എല്ലാം എനിക്കറിയാവുന്നത്. നിന്റെ ഈ തീരുമാനം വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷേ ഞാനൊന്ന് പറയാം, ആളുകൾ പറയുന്നത് പോലെ എനിക്കിനി ഒരിക്കലും പഴയ രവിയാവാൻ കഴിയില്ല. എന്നെ വിശ്വസിക്കും. ഈ ഒരു വിശ്വാസം മാത്രം മതി എനിക്ക്. അതിന് ചെറിയൊരു പോറലേറ്റാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല രവിയേട്ടാ. ഇല്ല എന്തു, ഇന്നു മുതൽ മരണം വരെ നിനക്കെന്ന് വിശ്വസിക്കാം. എന്താ സാറേ, ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഇതായി പാല് കുടിക്കൂ. പിന്നെ പാല് വേറെ ജോലിയൊന്നുമില്ലേ? നീ വന്നേ. അമ്മ വരട്ടെ. അച്ഛാ, നിന്നോട് 2 ദിവസം ഇവിടെ നിൽക്കട്ടെ ഏട്ടാ. വേണ്ട ചാരി, വെറുതെ എന്തിനാ അവിടെ ക്ലാസ് മുടക്കുന്നത്? അവളെ ഇവിടുന്ന് കോൺവെന്റിൽ കാറി കൊണ്ടു വിടാം. അരമണിക്കൂറല്ലേ ആവൂ. ഇവിടെ വന്നാ അവള് പഠിക്കില്ല, മഹാകള്ളിയാ. അമ്മേ വരട്ടെ. ശരി ശരി മോനെ. ആ എന്താ തോമസ്? ഞാൻ വീട്ടിൽ വന്നപ്പോ കോടതി പോയി എന്ന് പറഞ്ഞു. എന്നാ കേസ് വെച്ചിരിക്കുന്നത്? 26-ാം തീയതി. സാക്ഷികളൊക്കെ പ്രിപ്പയർഡ് ആണോ? 4 പേരെ ശരിയാക്കിയിട്ടുണ്ട്. 4 പേരുണ്ടോ? ദാറ്റ്സ് ടു മച്ച്. ആ പിന്നെ ആ വർക്ക് വേണ്ട. അയാൾ ഇവിടെ വന്നൊന്ന് പറയും, കോടതി ചെന്ന് മറ്റൊന്ന് പറയും. അയാളെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ 20-ാം തീയതി സാക്ഷികളുമായി വീട്ടിലേക്ക് വരൂ. ശരി, ഞാൻ വരട്ടെ. ഓ. ഹലോ. എന്താ മോളെ, ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിൽ കാർ അയച്ചിരുന്നു. അയ്യോ ഡാഡി, ഒരു കേസ് അത്യാവശ്യമായിട്ട് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. നാളെ ഈവനിങ് ഫ്ലൈറ്റ് ഞാൻ വരാം. എയർപോർട്ട് വണ്ടി അയക്കൂ. ആ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. നിന്റെ അങ്കിൾ എന്തെടുക്കുന്നു? അങ്കിൾ അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. ഓക്കെ ഡാഡി. ഓക്കെ, ബൈ ബൈ. ആ അങ്കിൾ, ഡാഡി ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പോകുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നു. ഏതായാലും നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് ഒരു ടിക്കറ്റ് എടുക്കാൻ ഗോപാലിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഗോപാല? ഡോക്ടർ, എനിക്കൊരു സഹായം കൂടി ചെയ്യണം. എന്താ? നേരത്തെ വാങ്ങിയ രൂപയടക്കം ഞാൻ ഒരുമിച്ച് തരാം. കാര്യം എന്താന്ന് പറയും. എന്റെ ചേട്ടന് ഷാലിമാർ ഹോട്ടലിലെ ജോലി. കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ സുഖമില്ലാതെ കിടപ്പില്ല. വീട്ടിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഗോപാലിന് എത്ര രൂപയാ വേണ്ടത്? ഒരു 50 രൂപ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരം. ഡോക്ടർ പോകുന്നില്ലേ? ഓ, രവി സാറ് വരണായിരിക്കല്ലേ? അതെ, ഇത്ര സമയമായിട്ടും കണ്ടില്ല. ടാക്സി വിളിക്കണം? വേണ്ട, രവിയേട്ടൻ വരാതിരിക്കില്ല. ഓ. കൊള്ളാവല്ലോ മോളെ.
അയ്യോ ഡാഡി, മമ്മി അവിടെ? ഇന്ദു വന്നില്ലേ? ഇല്ല. കോൺഫറൻസ് കഴിയുമ്പോൾ ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറയാൻ ഞാൻ ആ തോമസിനോട് പറഞ്ഞതാണല്ലോ. അവൻ മറന്നു കാണും. മണി 8 ആയല്ലോ. ഞാനൊന്ന് പോയിട്ട് വരാം. വേഗം വരണേ ഡാഡി. ആന്റി കളിക്കാം. കളിക്കാം. ഇത്ര നേരമായിട്ട് സാറിനെ കാണുന്നില്ലല്ലോ. മണി 8 കഴിഞ്ഞു. ഒരുപക്ഷെ ഡോക്ടർ പോയി കാണുമെന്ന് കരുതി സാറ് വീട്ടിലേക്ക് പോയിരിക്കും. ഗോപാലൻ പോയി ടാക്സി വിളിച്ചോണ്ട് വരൂ. ശരി ഡോക്ടർ. ഗോപാല, ഇന്ദു ഭാഗത്തുണ്ടോ? ഉണ്ട്. ഡോക്ടർ ഭയങ്കര ചൂടില്ല. സാറ് വേഗം എത്തിക്കല്ലേ. ഞാൻ കോൺഫറൻസിന് തോമസിനെ വിളിച്ചപ്പോ വീട്ടിൽ ചെന്നപ്പോ സലീം ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. പോ. പശുക്കുട്ടി വട്ടം ചാടിയതാ. അപ്പൊ അവര് പോയിക്കോട്ടല്ലേ? പോട്ടെ. മമ്മിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ദിവസം ഡാഡി വന്നാലേ വരത്തുള്ളൂ. ഡോക്ടർ സാറിന്റെ ഒരു കോപം. ഓടി വിടുന്നു. മോളെ, മമ്മി ഡാഡിയോട് പിണങ്ങിയിരിക്കുക. അതെയോ? മമ്മി പിണങ്ങിയ പിണങ്ങട്ടെ, ഡാഡിക്ക് ഞാനില്ലേ? അയ്യോ മോളെ, മമ്മി പിണങ്ങിയ ഡാഡിയുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങും. അതെന്താ? അത് ശരി. അല്ല, നമ്മളിപ്പോ ശാപ്പാടിന് എന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ട്. കൊള്ളാമല്ലോ.
പുറത്തായി. മമ്മിക്ക് നാണല്ലോ വഴക്കിട്ടിരുന്നത് ഡാഡിയെ കെട്ടിപ്പിടിക്കാൻ. എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു മോളെ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ പോട്ടെ. ഓ, അവളുടെ ഒരു ഡാൻസും കൂത്തും. മമ്മിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിന്നെ ഡാഡിയുടെ കൂടെ കിടക്കാൻ വരുന്നത്? ഞാൻ എന്റെ ഡാഡിയുടെ കൂടെ കിടന്നുറങ്ങിക്കോളാം. മോളുവാ, നിന്റെ മമ്മിയെ എത്ര പറഞ്ഞാലും കേൾക്കൂല. നാണമില്ലാതെ ഡാഡിയുടെ കൂടെ ഒന്ന് എപ്പോഴും കിടക്കും. ഒന്ന് എഴുതിട്ട് പോടി ശവമേ. ചതിക്കല്ലേ മോളെ. എന്താ ഡാഡി? ഒന്നുമില്ല മോളെ, മോളുറങ്ങിക്കോ. ഉറങ്ങിക്കോട്ടാ. ആ ഉറങ്ങിക്കോ. You see this? This growth may develop into ulcer. Yeah, but this is not so serious. നമുക്ക് നോക്കാം. ശരി. അല്ല, ഇതാര് വക്കീൽ സാറോ? നീ ഇവിടെ തന്നെ ഉണ്ടോടി? നിനക്കിടയ്ക്കൊന്ന് ഫോൺ ചെയ്യാൻ പോലും സമയമില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ ഫോൺ ചെയ്തില്ലെന്ന്? നീ അങ്കിളിനോട് ചോദിച്ചു നോക്ക്. ബൈ ദ ബൈ, ഷീസ് ഡോക്ടർ റേച്ചൽ. ഹലോ, ഐ ആം രജനി. അറിയാം. നിങ്ങളുടെ പഴയ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇന്ദു എപ്പോഴും എന്നോട് പറയാറുണ്ട്. പിന്നെന്താ പതിവില്ലാതെ? ഞാനിന്ന് ബാംഗ്ലൂർ വരെ പോകുന്നു, ഡാഡിയുടെ അടുത്തേക്ക്. എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. എന്താ വിശേഷം? ഡാഡിക്ക് വിളിക്കാൻ വല്ല വിശേഷം വേണോ? 365 ദിവസവും ഞാൻ ഡാഡിയുടെ കൂടെ ഇരുന്ന ഡാഡിക്ക് അത്രയ്ക്ക് വലിയ ഹാപ്പിയാ. അയ്യോ, സമയം ഒരുപാടായി, ഞാൻ വരട്ടെ. ഓക്കെ, വിഷ് യു ഹാപ്പി ജേർണി. താങ്ക് യു. ഡോക്ടർ, ഈ പേഷ്യന്റിനെ ഒന്ന് അറ്റൻഡ് ചെയ്തേക്കും. ശരി ഡോക്ടർ. വലിച്ചുപടി. ഹലോ, 4254 ഇതുവരെ കിട്ടിയില്ലല്ലോ. ആ, ഒന്ന് കറക്റ്റ് ചെയ്യും. ഹലോ. 4254 അല്ലേ? അതെ. മിസ്റ്റർ രവി ഉണ്ടോ അവിടെ? ഇല്ല. ആരാണ്? ഞാൻ രവിയുടെ ഒരു ഫ്രണ്ടാണ്. ഡോക്ടറമ്മയല്ലേ? അതെ, മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ഗോപി. ഞാൻ രവിയുടെ പഴയ ഒരു കോളേജ് മേറ്റാണ്. ഓ, എപ്പോ വന്നു? എന്താ, എന്നെ അറിയുമോ? പിന്നെ എങ്ങനെ? രവിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് സ്നേഹിതന്റെ എല്ലാ കാര്യവും. അതെയോ? അവനെ ഇപ്പൊ എവിടെ കിട്ടും? സൈറ്റിൽ പോയിരിക്കുക. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ അവൻ? ആ, വരും. അവൻ വരുമ്പോ പറയണം ഞാൻ ഹോട്ടൽ ഷാലിമാറിലുണ്ടെന്ന്. ഞാൻ ഇന്ന് തന്നെ ദുബായിക്ക് തിരിച്ചു പോവുകയാണ്. വൈകിട്ട് 6:30 മണിക്കാണ് ഫ്ലൈറ്റ്. അവൻ വന്നാ പറയണം അവനോടൊന്ന് ഇവിടം വരെ വരാൻ. പറയാം. മറക്കോ? ഇല്ലില്ല. എന്റെ റൂം നമ്പർ 401, ഹോട്ടൽ ഷാലിമാർ. വെക്കട്ടെ. ഓക്കെ, താങ്ക് യു. പിടിപ്പിക്കട്ടെ കൊണ്ട. കുറച്ചുകൂടെ. മതി മതി മതി. പിന്നെ ആ ഗോപി വന്നിട്ടുണ്ട്. ഏത് ഗോപി? നിങ്ങളുടെ പഴയ ഫ്രണ്ട് തന്നെ. എന്നിട്ട് നീ എന്താ എന്നോട് ഇതുവരെ പറയാഞ്ഞേ? ഊണ് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി. അവൻ ഇവിടെ വന്നിരുന്നു? ഇല്ല, വിളിച്ചിരുന്നു. പിന്നെ ഇവിടെ ഹോട്ടൽ ഷാലിമാറിൽ റൂം നമ്പർ 401. ഞാൻ നോക്കിട്ടുണ്ട്. ആ, പിന്നെ ആരെങ്കിലും വിളിച്ചാലേ ഞാൻ ഹോട്ടൽ ഷാലിമാറിൽ 401 ഉണ്ടെന്ന് പറഞ്ഞു. ശരി. ഓ, ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളം. നാരായണിയമ്മേ, ദാ വരുന്നേ. ഇതൊക്കെ എടുത്തു വെക്കൂ. ഓ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണേ. ഫോർനോട്ടോൺ ഏതാ? ആ കാണുന്ന അത് രവിയാണെന്ന് തോന്നുന്നു. നീ ആ ബാത്റൂമിൽ കയറി വിളിച്ചത്. ഞാൻ മുട്ടുമ്പോ തുറന്നാ മതി. എടാ നാറി, എടാ പരനാറി, നീ ഇത്ര നാൾ എവിടെയായിരുന്നു? എടാ എരപ്പേ, ഞാനിവിടെ വന്നപ്പോഴേ നിന്നെ വിളിച്ചതാ. അപ്പൊ നിന്റെ ഭാര്യ പറഞ്ഞു നീ മറ്റവിടെ കോപ്പി പോയിരിക്കുക. എന്നിട്ട് നിന്റെ ഭാര്യയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. എടാ നീ അന്ന് എന്തും പറഞ്ഞാ പോയത്? എന്നിട്ട് നീ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? എന്റെ അളിയ, എനിക്ക് വരാൻ പറ്റണ്ടേ? ഞാനിപ്പോ ഭയങ്കര ബിസി അല്ലേ. ഓ, നിന്റെ മറ്റടുത്തൊരു ബിസി. ഒന്ന് പോയാ വാ 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 വാ, നമുക്ക് ആരംഭമായിട്ട് ഒരു സ്മോൾ തുടങ്ങിക്കളയാം. വേണ്ട, ഞാനിതൊക്കെ നിർത്തി. ഒന്ന് പോ അളിയ അവിടുന്ന്. അല്ലല്ലേ, ഞാൻ നിർത്തിയും. എന്തോ? ഒന്നുകൂടെ പറ. ഇത് സ്കോച്ച് വിസ്കിയാ, നിന്റെ പഴയ വട്ടയല്ല.
ഇല്ലല്ലേ, കല്യാണത്തിന് ശേഷം ഞാൻ കംപ്ലീറ്റ് നിർത്തി. ഓ, അപ്പൊ അടിമയാണല്ലേ? അടിമയോ? ഇതാണ് പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി എന്ന് പറയുന്നത്. പിന്നെ ഭാര്യമാരുടെ അണ്ടർ കസ്റ്റഡിയിലായി. ഛോ, ഇവിടെ കുറെ കഞ്ഞി ഭർത്താക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പെണ്ണിനെ നോക്കൂല, മദ്യം തൊടൂല, പാലും മോരും വെള്ളമേ കഴിക്കൂ. എടാ നാറി, നീയൊക്കെ എന്നെ കണ്ട് പഠിക്കേ. ഞാൻ കല്യാണം കഴിച്ചെന്ന് കരുതി ഒന്നിനും ഒരു സെൽഫ് റെഗുലേഷനും ഇല്ല. എന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ മുറ പോലെ നടക്കും. ഈ പെണ്ണിന്റെ വാക്കും കേട്ടോണ്ട് നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് നടക്കുന്നത്? നിനക്കത് അറിയാൻ പാടില്ല. എന്റെ സകല ഫ്ലാഷ് ബാക്കും അറിഞ്ഞിരുന്നുകൊണ്ട് എന്നെ കല്യാണം കഴിച്ച അവളെ ഞാൻ പൂവിട്ട് പൂജിക്കണം. ആ, നീ അങ്ങനെ വേറെ പലതും ഇട്ട് പൂജിക്കും. നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്ന് നിർത്തടാ. പിന്നെ എന്തൊക്കെയുണ്ടല്ലേ വിശേഷം? പഴയ പാർട്ടീസിനെ കാണാറുണ്ടോ? ആ, അത് പറഞ്ഞപ്പോഴാ നമ്മുടെ സുമതി ഇല്ലേ? ഏത് സുമതി? കഥകളി സുമതി. ആ. അവളിപ്പോ ആരാന്നാ നിന്റെ വിചാരം? അവളിപ്പോ എയർ ഹോസ്റ്റസാ. ആ. ഞാൻ ഇത്തവണ ഫ്ലൈറ്റിൽ വരുമ്പോ എക്സ്ക്യൂസ് മീ സർ, വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയൻ തല ഉയർത്തി നോക്കുമ്പോ നമ്മുടെ പഴയ സുമതി ആ ശൃംഗാരവുമായി എന്റെ അടുത്ത് നിൽക്കും. ഞാൻ ആകെ ചമ്മിപ്പോയി. കൂടെ വൈഫ് ഞാൻ എന്തോ ചെയ്യാനാ? എന്നിട്ട് നീ വൈഫിനോടൊന്ന് പറഞ്ഞു? എന്ത് പറയാനാ, എന്റെ കൂടെ പഠിച്ചവളാണെന്ന് പറഞ്ഞു. ലവളാണെങ്കിൽ മാറിയുന്നൊരു റോങ് ലുക്കും, വൈഫാണെന്ന് പറഞ്ഞിട്ടും ലവക്കൊരു സംശയം. എടാ അറിയാ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് ഹോസ്റ്റൽ നഗരി ചാടിയത്?